ഹായ്, എന്താ വിശേഷം? സുഖല്ലേ? ഞാൻ ഇപ്പൊ വന്നതെന്തിനാ അറിയോ നമുക്ക്? ഇല്ല അല്ലേ? നമ്മളെ കണ്ണപത്തി ഇല്ലേ, കണ്ണപത്തി പുതിയൊരു ഇന്റർവ്യൂ കൊണ്ട് വന്നിക്കണു. എന്ത് ഓളെ തട്ടാണ് പ്രശ്നം, പിന്നെ ഓളെ തട്ട ഉപേക്ഷിച്ചിട്ട് മുസ്ലിങ്ങൾ ഓളെ ഉപേക്ഷിക്കണില്ല എന്നുള്ളതൊക്കെ പറഞ്ഞിട്ട് വലിയൊരു സ്ക്രിപ്റ്റ് കൊടുക്കാനുണ്ട്. 37 വന്നിട്ടുണ്ട്. ഇത് അങ്ങോട്ട് വിളിച്ച് ഇന്റർവ്യൂ ചോദിക്കുകയാണ്. ആരും ഇങ്ങോട്ട് വന്നിട്ട് ഒരു ഇന്റർവ്യൂ തരുമോന്നല്ല ചോദിക്കുന്നത്, അങ്ങോട്ട് വിളിച്ചിട്ട് പണ്ട് ഗുരുവായൂർ പോയിട്ട് ഗുരുവായൂർക്ക് കയറരുതെന്ന് പറഞ്ഞിട്ടും വീണ്ടും ഓളറിയാതെ ആരോ വീഡിയോ എടുത്ത് വിട്ടതാണ്, ഞാനല്ല എന്ന് പറഞ്ഞില്ലേ. എന്നിട്ട് ഓളുടെ മണ്ടക്ക് പ്രശ്നമായതോടുകൂടി ആ വീഡിയോയും കൂടിയും പോയി. അത് ഓൾ അറിയാതെയാണ് ആ ചാനലിലും കൂടി അത് ഡിലീറ്റ് ആക്കിയത്. അമ്മാതിരി നല്ല അസല് പൊറാട്ട നാടകമാണ് ഓള് കളിച്ചും കൊണ്ടിരിക്കുന്നത്. ഓളെ പുതിയ ഇന്റർവ്യൂ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര വിശേഷ. നിങ്ങൾക്ക് 7 ഡേ കേട്ടാൽ മതി, ഇല്ലെങ്കിൽ ഇപ്പൊ തന്നെ വിട്ടോ. കാരണം ഇവളെ മറ്റേ ഈ ആർപിക്കിനെ ഇതൊന്നും ആർക്കും അത്ര ദഹിക്കൂല. ആരും പ്രത്യേകിച്ച് അതിമക്ക് മെയിൻ ചെയ്യൂല. കാരണം വർഗീയത കൊണ്ട് മാത്രം ജീവിക്കുന്ന മുതലുകളാണ് ഇവര്. അപ്പൊ അതുകൊണ്ട് ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. ഇതാ കേട്ടോ. നമ്മുടെ കൂടെ ഉള്ളത് ജസ്ന സലീമാണ്. നമസ്കാരം. നമസ്കാരം. എന്തൊക്കെയുണ്ട്, സുഖല്ലേ? കണ്ടോളൂ, എന്നെ കണ്ണു നിറച്ച് കണ്ടോളൂ. കാരണം എയറിൽ കയറാൻ വേണ്ടിയിട്ട് പോവാനും മണിക്കൂറുകൾ സമയം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നിങ്ങൾ ആവശ്യത്തിലധികം കണ്ടോളൂ. അത്രയാണ്. ജസ്ന, ഞാൻ ചോദിക്കട്ടെ, ജസ്ന സലീം ഈ ഒരു പേരാണ് ആക്ച്വലി പ്രശ്നം അവർക്ക്? എനിക്കറിയില്ല. ജസ്ന സലീം എന്നുള്ള പേരാണ്. ഈ ജസ്ന എന്ന് പറയുന്നത് കോമൺ ആയിട്ട് വരുന്ന ഒരു പേരാണ്. ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യാനി എല്ലാവർക്കും വരുന്നതാ. സലീം എന്ന് പറയുന്നത് ഒരു മുസ്ലിം. സലീം എന്ന് പറയുന്ന പേര്, അതായത് അങ്ങനത്തെ സലീം എന്ന പേരിൽ ആളെ കാണൂല, അങ്ങനെ ഒരു സത്യമുണ്ട്. സലീം എന്ന് പറഞ്ഞ എത്രയോ ആളുകൾ മറ്റേ ഭർത്താവിലെ ആളുകളില്ലേ, ഓലൊന്നും അതുവരെ ഓലെന്നെ നേരെ കണ്ടിട്ടുണ്ടാവില്ല. കാരണം അത് അങ്ങനത്തെ ഒരു പ്രത്യേക ജീവിയാണ്. പക്ഷെ കൊല്ലം പേര് നടക്കും. ഇപ്പൊ 3 കുട്ടികളല്ലേ ഇരിക്കണേ. പേരാണ്. ആ പേരാണോ ഇനി എന്നെ തട്ടമായിരുന്നോ വിഷയം എന്നുള്ള എനിക്കറിയില്ല. തട്ടോ ഞാൻ അങ്ങ് ഉപേക്ഷിച്ചു. ഇവിടെ എവിടെയും തട്ടിട്ടു ആരും എന്നെ ഉപേക്ഷിക്കുന്നില്ല. എന്നോട് ഭയങ്കര മുഹബത്ത് ഇവർക്കൊക്കെ. എന്നെ വിട്ടുപോകാൻ ഇവർക്ക് ആർക്കും പറ്റുന്നില്ലാന്നേ. എന്റെ കമന്റ് ബോക്സ് എടുത്ത് നോക്കിയേ, എന്താ സ്നേഹം എന്നറിയോ. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാക്ക ഇവർക്ക് ആർക്കും എന്നെ വിട്ടുപോകാൻ താല്പര്യമല്ല. കാരണം ഇവർ അത്രമേൽ എന്നെ പ്രൊട്ടക്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന എന്റെ എല്ലാ കാര്യങ്ങളും ഇവർക്ക് അറിയണം. എന്നാലും നെഗറ്റീവേ ഇടുള്ളൂ കേട്ടോ. ഈ തട്ട ഉപേക്ഷിക്കാനുള്ള കാരണം എന്താ? അല്ല, ഈ പറയുന്ന നുണ മുഴുവൻ കേട്ടിട്ട് അനക്ക് റീച്ചിലും അന്നെന്ന് ശ്രദ്ധിക്കപ്പെടാനും മതത്തെ ഇങ്ങനെ പറഞ്ഞിട്ട് നെഗറ്റീവ് ഇടുന്നില്ല. ഞങ്ങള് വളിയിട്ടോളാം പറ്റുണക്ക്. ഓളൊക്കെ കണ്ടിട്ട് നെഗറ്റീവ് അത്ര ഇടുന്നത്. എന്താ ഓളൊക്കെ ബാക്കി കേൾക്കാം. ഞാൻ ഒരുപാട് പല സ്ഥലങ്ങളിൽ നിന്നും പല ഉപദ്രവങ്ങൾ ഞാനും എന്റെ മകനും ഏറ്റുവാങ്ങിയിട്ടുണ്ടെങ്കിൽ അത് ഈ തട്ടമായിരുന്നു. ആ തട്ടം കാരണമാണ് ഓളും മകനും. പറഞ്ഞ ഇവിടെ മുസ്ലിങ്ങൾ ആരും തട്ടിട്ട് പോണില്ലല്ലോ. ഇവളും മകനും തട്ടിട്ടപ്പോഴാണ് ആകെയുള്ള പ്രശ്നം തന്നെ. അല്ലാതെ ഓളെ കയ്യിലിരിപ്പോണ്ട് ഓളി കാണിക്കുന്ന വർഗീയത പരിപാടിക്കൊന്നും അല്ല. ഓള് തട്ടിട്ടതാണ് ഇവിടെ ഏറ്റവും വലിയ പ്രശ്നം. ബാക്കി പറ. പിന്നെ അതിനേക്കാട്ടിലും ഉപരി എന്ന് വെച്ചാല് എന്റെ വലിയൊരു സ്വപ്നമായിരുന്നു എന്റെ മാതാപിതാക്കൾക്ക് ഒരു വീട് വെച്ചു കൊടുക്കുക എന്നുള്ളത്. ഇത് ജാസിയുടെ കല്യാണത്തിന്റെ മാതിരി അടിക്കടിക്ക് ഇവള് കാണുന്ന സ്വപ്നമാണ്. എന്ത് മറ്റേ മാതാപിതാക്കൾക്ക് നല്ലൊരു വീട്, അതായത് കൊട്ടാരം പോലത്തെ ചെറിയൊരു വീട്, മനസ്സിലായില്ലേ? അങ്ങനത്തെ ഭയങ്കര സ്വപ്നമായിരുന്നു. അതിനെന്ത് ചെയ്യണം? നമ്മളെല്ലാവരും ഓള് വരച്ച കണ്ണനെ വാങ്ങണം. വെറും 20,999 രൂപ മാത്രമേ ഉള്ളൂ. അപ്പൊ അത് വാങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓള ആ സ്വപ്നം ഇതാവും. അത് കഴിഞ്ഞിട്ട് അജ്ജു ഉംറയുണ്ട്. എങ്ങനെ തട്ട ഉപയോഗിച്ച് മതത്തിൽ വിശ്വസിക്കാത്ത അവൾക്ക് ഇതിന്ന് വിറ്റ വരുമാനം കൊണ്ട് വേണം പിന്നെ അജ്ജും ഉംറക്കും ഉമ്മാനെ പറഞ്ഞയക്കാന്, വാപ്പാനെ പറഞ്ഞയക്കാന്. ഈ കാര്യം മനസ്സിലായ സംഘികൾ എന്ത് ചെയ്തു? എടുത്തിട്ടുണ്ട് അലക്കി ഇവളെ അലക്കിയോടുകൂടെ ഇവൾക്ക് മനസ്സിലായി ഇനി നിലനിൽപ്പ് സംഘികളെ കാര്യത്തിൽ അവിടെ എന്തായാലും കഴിഞ്ഞു. അത് ഏതായാലും ഏറടഞ്ഞു. എന്നാലും 1-2 ഒക്കെ ഉണ്ട്. ഏത് ഈ അടിച്ച് കിറങ്ങി നിൽക്കുന്ന സമയത്ത് ജസ്നയെങ്കിൽ ജസ്ന എന്ന് പറയുന്ന മാതിരിയുള്ള ടീമില്ലേ, അത് ആ ഐറ്റംസ് ആണ് ഇപ്പൊ ഓളെ പിന്നാലുള്ളത്. എന്നാലും ഓൾക്ക് ഓലെ കുറിച്ചും പരാതി ഉണ്ട്. ഫുള്ള് കേക്കി. അത് 33 വയസ്സിന്റെ ഇടയിൽ എനിക്കോ എന്റെ ഭർത്താവിനോ 33 വയസ്സോ? എത്ര കൊല്ലം മുമ്പത്തെ ഇന്റർവ്യൂ? അപ്പൊ ഇത് പഠിത്തമുള്ളതൊന്നും അല്ലേ പഠിച്ചോന്? ഒന്നും സാധിച്ചിട്ടില്ല കേട്ടോ. സ്വന്തമായിട്ടൊരു വീടിന് ഇപ്പഴും ലോൺ ഉണ്ട്, ഒരുപാട് പണി ബാക്കി കിടപ്പുണ്ട്. അതൊന്നും ഭർത്താവിന് പോലും സാധിച്ചിട്ടില്ല. പക്ഷെ അതായത് ഇപ്പോൾ ഓള് പറഞ്ഞു വന്നാൽ എന്താ മനസ്സിലായോ? ഓളെ വീടിന് ഒരുപാട് ലോണുണ്ട്, ഒരുപാട് പണിയുണ്ട്. അതൊന്നും ഭർത്താവിന് പോലും സഹായിച്ചിട്ടില്ല എന്നുള്ളത്. എന്തിനാ ജോൻ ഇടങ്ങാറാക്കുന്നു? ലോന്റെ സഹായം ഇല്ലെങ്കിൽ 3 അവിടെ പെറ്റില്ലേ. ഇതിക്കും മേലെ എങ്ങനെയോ എന്നോട് സഹകരിക്കുക? എനിക്ക് അതാണ് പിടുത്തല്ലാത്ത.
എന്നിട്ട് ഓനിക്ക് ഇവിടെ പെരീക്ക് വരാനൊന്നും നേരല്ല. അപ്പളാപ്പൊ ഓളെ പെരപ്പണിയും ലോണും ഒക്കെപ്പാടാവും വീട്ടണം എന്നുള്ളത്. ശരി, എന്നാ ബാക്കി കേൾക്കാം. ഒരുപാട് പണി ബാക്കി കിടപ്പുണ്ട്. അതൊന്നും ഭർത്താവിന് പോലും സാധിച്ചിട്ടില്ല. പക്ഷെ അത് എനിക്ക് കൂളായിട്ട് 1.5 വർഷം കൊണ്ട് എനിക്ക് കണ്ണ് സാധിപ്പിച്ചു തരണം. അപ്പൊ ഞാൻ ഈ തട്ടമിട്ടതിന്റെ പേരിൽ വീണ്ടും വീണ്ടും കണ്ണനെ കുറിച്ച് ഇങ്ങനെ വെറുതെ, നിങ്ങൾക്കറിയാലോ, ഞാനൊരു കാര്യം പറയട്ടെ. മതം പറയുന്നല്ല, എല്ലാരും പറയുന്നു മതം അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു തമ്മിൽ തെറ്റിക്കുന്നു എന്നൊക്കെ പറയുന്നു. ഇത് മതം പറയല്ല. നിങ്ങള് പ്രേക്ഷകർ എന്നെ പറഞ്ഞാ മാത്രം മതി. എന്റെ ഭാഗം ഞാൻ പറയാനുള്ളത് പറയാം. അത് ശരിയാണോ തെറ്റാണോ എന്നുള്ളത് നിങ്ങൾ പറഞ്ഞാൽ മതി. ഒരു ഹൈന്ദവ ഏതെങ്കിലും മതസ്ഥര് മതം വിട്ടു എന്ന് വെക്കുക, ഇനി ക്രിസ്ത്യൻ മതസ്ഥരായിക്കോട്ടെ, മതം വിട്ടു എന്ന് വെക്കുക, അവരെന്താ ചെയ്യാ? അവര് മതം വിട്ടിട്ടുണ്ട്, അവര് പോയിക്കോട്ടെ, ഓരോ ഇഷ്ടാണെന്നേ പറയുള്ളൂ. പക്ഷെ മുസ്ലിം മതസ്ഥർ അങ്ങനെയല്ല മക്കളെ. ഒരാള് മതം വിട്ട് കഴിഞ്ഞാല് പുറകെ നടന്ന് കല്ലെറിഞ്ഞ് അവനെ കൊന്നിട്ടേ അവരടങ്ങുള്ളൂ. അതാണ് മുസ്ലിം മതസ്ഥര്. അതാണ്. അപ്പൊ ഞാൻ ഞങ്ങൾക്കൊരു വീഡിയോ കാണിച്ചു തരാം. മലപ്പുറം കൊടിഞ്ഞി ഫൈസൽ വധക്കേസിൽ ക്രൈംബ്രാഞ്ച് കോടതിയിൽ കുറ്റപത്രം. കൊലപാതകത്തിലും ഗൂഢാലോചനയിലുമായി 15 പ്രതികളാണ് കുറ്റപത്രം. മതം മാറിയ വിരോധത്തിൽ സഹോദരി ഭർത്താവ് ആസൂത്രണം ചെയ്താണ് കൊലപാതകമെന്ന് കുറ്റപത്രത്തിൽ പറയുന്നു. എന്താ ജസ്ന, എന്താ കേട്ടാവോ? ഇതൊക്കെ ഞങ്ങൾ ഉണ്ടാക്കിയതാണ് അല്ലേ? റീച്ചിന് വേണ്ടിയിട്ട് ഇങ്ങനെ മുസ്ലിങ്ങളെ നെഞ്ഞത്തേക്ക് കയറാൻ നല്ല സുഖമാണ്. ഇതില് ഹിന്ദുക്കളെ ഞാൻ കുറ്റം പറയുന്നില്ല, ഇതിനായിട്ട് കുറച്ച് വർഗമുണ്ട്, ഏതിലുണ്ടല്ലോ. അതേമാതിരി ഈ കൊടിഞ്ഞി ഫൈസലിനെ കൊന്നിക്കണ ആരാ? മതം മാറിന്റെ പേരില് സംഘികള്. ഇവന്റെ അനിയ സംഘിയായിരുന്നു. ഇജ്ജ് പറഞ്ഞല്ലോ മുസ്ലിങ്ങൾ അങ്ങനെ, എന്നിട്ട് ഇജ്ജ് ജീവിച്ചിരിക്കണില്ലടി. അനക്ക് ഞങ്ങൾ മറുപടിയാ തരുന്നത്, കൊല്ലും കൊലയല്ല. മനസ്സിലായോ? കൊല്ലും കൊല ഒന്നിനും പരിഹാരമല്ല എന്നുള്ളത് ഏറ്റവും കൂടുതൽ അറിയുന്ന ആളുകളാണ് ഞങ്ങള്. എന്നിട്ടും ഇജി ഒരു ഉളുപ്പുമില്ലാതെ മുസ്ലിങ്ങളെ പേരും പറഞ്ഞ് റീച്ച് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇജി സുഖിപ്പിച്ചു വിടുന്ന കാരണങ്ങളുണ്ടോ? അതൊന്നും ഏൽക്കൂല മകളെ. ഈ കൊടിഞ്ഞി ഫൈസലിനെ എത്ര വെട്ടിയിട്ട് കൊന്നിട്ട് മരിച്ചു എന്നറിഞ്ഞിട്ട് പോലും വൈരാഗം തീരാതെ വെട്ടിക്കണു. അറിയോ ഞങ്ങക്ക്? എന്തിന്റെ പേരില്? മതം മാറിന്റെ പേരില്. അതാരാ ചെയ്തിക്കണേ? സംഘികള്. അതൊക്കെ അറിയുന്ന കാര്യല്ലേ? ഇതൊക്കെ മൂടി വെച്ചിട്ട് സംഘികളെ സുഖിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇപ്പൊ ഒരു ഇന്റർവ്യൂ അങ്ങോട്ട് വിളിച്ചിട്ട് ചോദിച്ചു വാങ്ങിയതാണല്ലേ? ബാക്കി പറയാത്. പേരിലെന്നാ ഇങ്ങനെ ക്രൂശിച്ചോണ്ടിരിക്കുന്നത്? എനിക്ക് വീട് തന്നത് കണ്ണനാണ്, കാറ് തന്നത് കണ്ണനാണ്, എനിക്ക് ഒരു സാധനം മക്കളെ കൊടുത്തതും ഓൾക്ക് കണ്ണൻ തന്നെ ആക്കാരം. പക്ഷെ ഈ കണ്ണൻ എന്ന് പറയുന്നത് നിങ്ങൾ വിചാരിക്കണ കണ്ണനല്ല കേട്ടോ. ഏത് ഓൾ ഈ പറയുന്ന കണ്ണല്ലേ, അത് ഗുരുവായൂരപ്പനോ അതല്ലെന്നുണ്ടെങ്കിൽ ഗുരുവായൂർ നടയിലെ കണ്ണനോ അല്ല. ഇത് ഇവൾക്ക് സ്പെഷ്യലായിട്ടൊരു കണ്ണുണ്ട്. ഏത് നട്ടപ്പായിരാക്കി വന്നു പോണായിരിക്കും. അല്ലാതെ ഇപ്പൊ ഇതെങ്ങനെയാ ഇപ്പൊ ഇതൊക്കെ പാടെ സംഭവിക്കുക? എന്തായാലും ആ കണ്ണൻ എന്തായാലും ഇവിടെ എന്നോ ഒഴിവാക്കിക്കണമെന്നില്ല തെളിവാണ്. ഇവളിപ്പോ എവിടെയും തൊടാതെ നിൽക്കുന്നത്. ആകാശത്തും അല്ല ഭൂമിയിലും അല്ലാത്ത നിർത്തപ്പോൾ നിൽക്കണത്. കാരണം സംഘികളും ഒഴിവാക്കി, മുസ്ലിങ്ങളും ഒഴിവാക്കി, ക്രിസ്ത്യാനികളെത്തേക്കും ചെല്ലാൻ പറ്റണില്ല. ചെല്ലിനോടൊക്കെ ആട്ടും തുപ്പും. എന്നിട്ട് അവള് പറയണ എന്നെ കണ്ണ ഇരു കൈ നീട്ടി സ്വീകരിച്ചുകൊണ്ടെന്ന്. അതവിടെ കട്ടെ, ബാക്കി പറ. അത് നോക്കാതെ മേടിക്കാൻ പറ്റിയത് കണ്ണൻ കാരണമാണ്. അപ്പൊ ഞാൻ ഈ തട്ടമിട്ടതിന്റെ പേരിൽ കണ്ണന് തെറി കേൾക്കണ്ട, എന്റെ വീട്ടുകാർക്ക് തെറി കേൾക്കണ്ട, തട്ടം അങ്ങ് ഉപേക്ഷിച്ചു. അപ്പൊ പലരും വീഡിയോ ചെയ്യുന്നു, ഇവള് തട്ടം ഉപേക്ഷിച്ചതിൽ ഞങ്ങൾക്ക് ഒരു പ്രശ്നവും ഇല്ല എന്ന് പറഞ്ഞിട്ട് ഇവര് കുറ്റം അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പ്രശ്നമില്ലേ? ഈ തട്ടം ഉപേക്ഷിച്ചിട്ട് ഞങ്ങൾക്ക് ഒരു പ്രശ്നമില്ല. അതിപ്പോഴും ഞാൻ ഉൾപ്പെടെ പലരും പറയുന്നുണ്ട്. പ്രശ്നം എവിടെയുള്ളതെന്ന് അറിയോ? എന്നിട്ട് ഈ മുസ്ലിമീങ്ങൾ എങ്ങനെ തിന്നണത്, മുസ്ലിമീങ്ങൾ മാത്രമാണ് ഇതൊക്കെ ചെയ്യുന്നത് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ട് ഇജ്ജ് പറയുന്ന ഈ പച്ച നുണയും വർഗീയതക്കും എതിരെയാണ് ഞങ്ങൾ സംസാരിക്കുന്നത്. അതെന്തുകൊണ്ടാന്ന് ചോദിച്ചാല് ഒരു ഹൈന്ദവ സഹോദരനോ സഹോദരിയോ ഇത് കേൾക്കുന്ന സമയത്ത് നിന്റെ വാക്കുകൾ സത്യമാണ് എന്നുള്ളത് വിചാരിക്കണ്ട എന്ന് കരുതിയിട്ടാണ് ഇതിന് മറുപടി കൊടുക്കുന്നത്. അത് ഇനിയും തരും. അതൊക്കെ നീ മതത്തുനിന്ന് പോയിന്റെ സങ്കടത്തിലാണെന്ന് ഇജ് വരുത്തി തീർക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ ഒരു കയമ്പ് അതിൽ കിട്ടൂല. എനക്ക് ഇജ് അങ്ങനെ പ്രസംഗിച്ചും കൊണ്ട് നിൽക്കുള്ളൂ. എന്താപ്പോ ഓൾക്ക് ഇത്രയും ചെയ്ത് എന്നാ ഓളെ ഉമ്മാനിപ്പാനി കണ്ണനോട് ഉമ്പ്രക്ക് ഉണ്ടാവാൻ പറ. ഓൾക്ക് ഇത്രയും സൗഭാഗ്യങ്ങൾ ഓളെ പെരിയിൽ വന്ന് കൊടുക്കണ ഒരു കണ്ണുണ്ട് ഇത്ര. ഇത് ഹിന്ദുക്കളുടെ കണ്ണനല്ല, അങ്ങനെ നിങ്ങൾ ആരും വിചാരിക്കും വേണ്ട. കാരണം അത് ഓൾക്കും അറിയും. പിന്നെ ഓളുടെ ഈ തമ്മാടിത്തരങ്ങളും കാണിക്കലും കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്കും ഹൈന്ദവർക്കും മനസ്സിലാവും ഇത് ഏത് കണ്ണനാണെന്നുള്ളത്. എന്തായാലും നിങ്ങൾ ആരാധിക്കുന്നതും നിങ്ങൾ പൂജിക്കുന്നതും നിങ്ങൾ പ്രാർത്ഥിക്കുന്നതും കണ്ണന്റെ കാര്യമല്ല ഞാൻ പറയുന്നത്. ഇവൾക്ക് നട്ടപ്പായിരാക്കി വരുന്ന കണ്ണുണ്ട്. ആ കണ്ണനെ കുറിച്ചിട്ടാണ് ഞാൻ പറയുന്നത്. എന്തായാലും ഉള്ള ബാക്കി കേൾക്കാം. നിർത്തണ്ടേ?
വീണ്ടും 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 ജസ്ന എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കണ്ടന്റ് ഇവരെടുത്തിടേണ്ട ആവശ്യമുണ്ടോ? തട്ടം ഇവർക്കൊരു വിഷയമല്ലായിരുന്നെങ്കിൽ, ഞാൻ മതം വിടുന്നത് ഇവർക്കൊരു വിഷയമല്ലെങ്കിൽ വീണ്ടും വീണ്ടും എന്തിന് ഇവരെന്നെ കുറിച്ച് സംസാരിക്കണം? അപ്പൊ നിങ്ങൾ പറ, ഞാൻ മതത്തെ പറഞ്ഞ് തെറ്റിക്കുകയാണോ അല്ലെ സത്യാവസ്ഥ തുറന്നു പറയുകയാണോ എന്നുള്ളത്? ഇങ്ങനെ ആളുകളൊക്കെ പറയുമ്പോഴേക്കും നമ്മുടെ കൂട്ടത്തിൽപ്പെട്ട ആളുകൾ തന്നെ പറയുമല്ലോ, ജസ്റ്റിനെ കുറച്ചൊന്ന് നമുക്ക് എന്താ പറയാ ഈ കണ്ണനുമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് കുറയ്ക്കാം എന്നൊക്കെ, ആരാധനയൊക്കെ കുറയ്ക്കാം എന്നൊക്കെ ആരെങ്കിലും ഒക്കെ പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞിട്ടുണ്ട്, ബാപ്പ തന്നെ പറഞ്ഞിട്ടുണ്ട്. ബാപ്പക്ക് തട്ടം ഉപേക്ഷിച്ച സമയത്ത് ബാപ്പിയും പറഞ്ഞോളൂ. അപ്പൊ ബാപ്പിയും മറ്റെന്താ പറയാ സുഡാപ്പിയാണ് അല്ലേ? അത് ശരി. ബാപ്പ നല്ല അസല് ബാപ്പയാണ്, അതിൽ തർക്കമൊന്നുമില്ല. ബാപ്പയുടെ സ്വഭാവം എന്താണെന്ന് നമുക്ക് നേരെ അറിയാതാ. ബാപ്പക്ക് പഴയ കണ്ണനോടുള്ള സ്നേഹമോ അല്ലെങ്കിൽ ആരാധനയോ ഇഷ്ടമോ ഒന്നുമില്ല. ബാപ്പ പറഞ്ഞത് അത് വേണ്ടായിരുന്നു, തട്ടം ഉപേക്ഷിക്കണ്ടായിരുന്നു, അത് ഭാവിയിൽ നിന്റെ കുഞ്ഞുങ്ങളെ ബാധിക്കും. എന്റെ കുഞ്ഞുങ്ങളുടെ പേര് പോലും കേൾക്കുമ്പോ, അപ്പൊ താങ്കൾ എന്നോട് എന്റെ കുഞ്ഞിന്റെ പേര് ചോദിച്ചാ, അപ്പൊ പുറത്തുനിന്നുള്ള ഒരു വ്യക്തി ആണെങ്കിൽ പോലും എന്റെ കുട്ടികളോട് പേര് ചോദിക്കുന്ന സമയത്ത് അവരേത് മതസ്ഥയാണെന്ന് ഓട്ടോമാറ്റിക് ആയിട്ട് ചോദിച്ചു പോകും. കാരണം എന്റെ മക്കളുടെ പേര് കേൾക്കുമ്പോൾ മതം പറയൂല. അതാണ് ഏറ്റവും വലിയ പ്രത്യേകത. അപ്പം എന്റെ കുടുംബത്തിൽ നിന്ന് തന്നെ എനിക്ക് ഒരുപാട് കിട്ടിയിട്ടുണ്ട്. ഈ ഗുരുവായൂരിൽ നടന്നിട്ടുള്ള ആ ഒരു ചിത്രീകരണമായിട്ട് ബന്ധപ്പെട്ട് അതിന്റെ പിന്നീട് വന്നിട്ടുള്ള ആക്രമണങ്ങൾ ഉണ്ടല്ലോ, അതിന് പിന്നിൽ RSS ആണെന്ന് തോന്നുന്നുണ്ടോ, വിചാരിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും RSS എന്ന് പറയുമ്പോൾ ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാനിപ്പം ഉദാഹരണം എങ്ങനെയാ പറഞ്ഞത്, നമ്മുടെ ഈ 5 വിരലുകൾ ഉണ്ടല്ലോ, ഇതിൽ ഏതെങ്കിലും ഒരു വിരളി ഇയാളെ മാന്തിയ ചെയ്യുന്ന സമയത്ത് ഇയാൾ എങ്ങനെയാ പറയാ, ജസ്നയുടെ വലത്തെ കൈയുടെ ചൂണ്ടുവിരൽ എന്നെ നുള്ളി എന്ന് പറയോ? അങ്ങനെ പറയോ? അങ്ങനെയല്ലല്ലോ പറയാ. ജസ്ന എന്നെ തല്ലി നുള്ളി പറിച്ചു എന്നല്ലേ പറയാ. അതേപോലെ തന്നെ RSS BJP എന്ന് പറഞ്ഞ് നടക്കുന്ന കുറച്ച് ആൾക്കാര് നിരന്തരം ഇപ്പം 2 വർഷത്തിന്റെ അടുത്തായി എന്നെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം അവർക്ക് എത്ര ഉപദ്രവിച്ചിട്ടും മതിയാവുന്നില്ല. അവരങ്ങനെ ചെയ്യുന്നില്ല. അവർക്ക് മതം വ്രണപ്പെടുന്നതാണ്. ഞാൻ ഗുരുവായൂർ അപ്പൊ ഞാനൊന്ന് ചോദിക്കട്ടെ, നീ പറഞ്ഞു നീ മുസ്ലിങ്ങളിൽ നിന്ന് പോയത് കൊണ്ടാണ് പിന്നെ മുസ്ലിങ്ങൾ നിന്നെ ഭയങ്കര വേട്ടയായിട്ട്, നീ പറഞ്ഞ മാതിരി ഹിന്ദുവെന്ന ഒരു ആള് മറ്റേ മുസ്ലിമിലേക്കോ ക്രിസ്ത്യാനിലേക്കോ പോയാൽ അവർ പോട്ടെ എന്ന് പറഞ്ഞ അവരെ ഒഴിവാക്കുന്നുള്ളത്. എന്നിട്ടും ഞങ്ങൾ നിന്നെ ഉപദ്രവിക്കുന്നുണ്ടെന്ന് നീ ഇപ്പൊ പറഞ്ഞ കുറച്ചു മുമ്പ് വാദിച്ചു അല്ലേ? പിന്നെ എന്തുകൊണ്ടാണ് ഈ RSSകാർ അന്നെങ്ങനെ വേട്ടയാടുന്നത്? ഓലും ഏതെങ്കിലും പള്ളിക്ക് തടസ്സമുണ്ടോ? അല്ലെങ്കിൽ ഓലും പറഞ്ഞിട്ടാ നടക്കണിപ്പോ? അന്നെ ഉപദ്രവിക്കണ മുഴുവൻ മുസ്ലിങ്ങളല്ലേ? ഇപ്പോഴും അനക്ക് എന്റെ പ്രശ്നം മനസ്സിലായിട്ടില്ല എന്നുള്ളതാ 1. മനസ്സിലായാലും മനസ്സിലാക്കൂല എന്നുള്ളതാണ് 2. കാരണം ഇജ് പറയുന്നത് വർഗീയതയാണ്. ഇജ് പറയുന്നത് ഫുള്ള് തമ്മിലടിപ്പിക്കേണ്ടതും മതങ്ങളെ ചേർത്തിട്ടും കൂട്ടുപിടിച്ചിട്ടും തനിച്ചെറ്റ ഫാമിലി ആയിട്ടാണ് നിങ്ങൾ ജീവിക്കുന്നത്. ഇജ് എന്റെ ഉമ്മ വാപ്പ എല്ലാം ആ തരത്തിൽപ്പെട്ട ആളുകളാ. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പഠിച്ചതേ പാടൂ. അനക്ക് ഇങ്ങനെയൊക്കെ ഒത്തിരി ബുദ്ധി കിട്ടണമെന്നുണ്ടെങ്കിൽ അത് ജന്മനാ നീ കണ്ടു വളർന്ന ഒരു വീട്ടിൽ നിന്ന് ആവും കൊണ്ടാണ് അനക്കത് സിമ്പിൾ ആയിട്ട് എല്ലാം മെയിൻറ്റെയിൻ ചെയ്ത് പോണേ. പക്ഷെ ഇതൊക്കെ പുറത്ത് സമൂഹങ്ങൾ കാണുമ്പോൾ ഇതെല്ലാം തിരിച്ചറിയുന്നുണ്ട്, ഇതെല്ലാം മനസ്സിലാക്കുന്നുണ്ട്, ഇതിന് മറുപടി വരും എന്നുള്ള ബോധ്യമുള്ള ഒരാളും ഇത്തരം എന്താ പറയാ വർഗീയത കാര്യങ്ങൾക്കോ വിദ്വേഷമായ കാര്യങ്ങളോ ഒന്നും സംസാരിക്കൂല. ഇത് ഇജ് സംസാരിക്കണമെങ്കിൽ അന്റെ ലക്ഷ്യവും അന്റെ റീച്ചും മാത്രമാണ് ഇജ് വെച്ചിക്കണേ. അല്ലാതെ ഞങ്ങൾക്കും അറിയാം, ഈ ഹിന്ദുക്കൾക്കും അറിയാം നീ ഒരു കണ്ണഭക്തിയല്ല എന്നുള്ളത്. നീ കണ്ണന്റെ പേര് പറഞ്ഞ് നിന്റെ ബിസിനസ് ഇങ്ങനെ വളർത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് അധികം പോകുന്നില്ല. ഇപ്പൊ തന്നെ ഏറെക്കുറെ പൊളിഞ്ഞില്ലേ? ഇപ്പൊ തന്നെ ആരാ വാങ്ങണ എന്റെ അടുത്ത്? ആരെങ്കിലും വാങ്ങാണ്ടോ? ഇല്ല. ഇജ്ജ് ഇങ്ങനെ എന്തെങ്കിലും സങ്കടം പറയും, അല്ലെങ്കിൽ ഏതെങ്കിലും ആരുടെ കോൾ റെക്കോർഡ് ചെയ്യും, അതിന്റെ അടിയിലൊക്കെ ഓർഡർ പ്ലീസ് എന്ന് പറഞ്ഞിട്ട് ഇതിന്റെ ഇത് കൊടുക്കും. അല്ലാണ്ട് എന്താ? അന്റെ ആരും ഓർഡറും ചെയ്യുന്നില്ല, വാങ്ങണം ചെയ്യുന്നില്ല എന്ന് അന്റെ പിന്നാലെ ഉണ്ടായിരുന്ന ആളുകൾ തന്നെ ഇപ്പൊ പലയിടത്തും വന്ന് പറയുന്നുണ്ട്. അത് ഇജ്ജ് കേൾക്കുന്നുണ്ടോ? ഇല്ലല്ലോ. എവിടെ എന്റെ കുരുനേട്ടം? പറ. കട്ട് ചെയ്തതാണ് അവർക്ക് വിഷയം, അല്ലെ ഗുരുവായൂർ പോയിട്ട് റീൽസ് ചിത്രീകരിച്ചതാണ് ഇവർക്ക് വിഷയം എന്നൊക്കെ ഇവര് നിരന്തരം ഘോരം സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ മതത്തെ വ്രണപ്പെടുത്താൻ ശ്രമിക്കുന്നത് കൊണ്ട്, ഒരു ഹൈന്ദവന്റെ മതവിശ്വാസത്തെ വ്രണപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് മാത്രമാണ് ഇത്രയും സ്ത്രീകൾ പ്രതികരിച്ചത് എന്ന് പറയുന്നത്. അങ്ങനെ മനസ്സിലായി. എങ്ങൾക്കോള് പറഞ്ഞത്
മുസ്ലിങ്ങൾ ഓള് പോയിന്നുള്ള സങ്കടത്തിൽ ഓളെ ഭയങ്കരമായിട്ട് ദ്രോഹിക്കുക. ഹിന്ദുക്കൾ എന്താ ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ അവള് അതിക്ക് ചെന്നിട്ട് അവരുടെ മതത്തെ വ്രണപ്പെടുത്തി എന്ന് പറഞ്ഞിട്ട് അവരും ദ്രോഹിക്കുക. അപ്പോൾ ശരി വിളയത്താട്ടോ, അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. കാരണം മുസ്ലിങ്ങൾ ഇവിടുന്നു, ഹിന്ദുക്കൾ അവിടുന്നു. എന്നിട്ട് ഇവളെത്ത് ശരി. ഈ ശരി പറയുന്നത് ആരാ? ആകെ ഇവളെ കുരുന്നേട്ടനും മാത്രം. നമ്മൾ ഇങ്ങോട്ട് വിശ്വസിക്കണം ഏതോള് ചെയ്യണ മുഴുവൻ ശരിയാണെന്ന്. എന്നാ ഓളോ ഒക്കെയാണ്. എന്തായാലും നിങ്ങൾ ഇതും കൂടി കേൾക്കും. ഈ സ്ത്രീകളോടൊക്കെ ഒരൊറ്റ ചോദ്യം എനിക്ക് ചോദിക്കാനുള്ളൂ. ഞാൻ കഴിഞ്ഞ ദിവസം മുത്തപ്പന്റെ അമ്പലത്തിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പം എനിക്ക് മുത്തപ്പന്റെ വെള്ളാട്ട് കാണാൻ ഒരു ഭാഗ്യം കിട്ടി. അതോടൊപ്പം മുത്തപ്പൻ എന്നോട് സംസാരിക്കുകയും ചെയ്തു. അത് ഞാൻ പോസ്റ്റ് ചെയ്ത സമയത്ത് എന്റെ നാട്ടിലുള്ള ഒരു ചെങ്ങായി അതിന്റെ താഴെ വന്ന് കമന്റ് ഇട്ടു, മുത്തപ്പന്റെ ഡേഷിമ തൂങ്ങണ്ട എന്ന് പറഞ്ഞു. ആ ഡേഷ് എന്താന്ന് പറയാ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ഞാനത് എന്റെ നാട്ടുകാരനും എന്റെ കണ്ണിന്റെ മുമ്പിലുള്ളവനും ആയതുകൊണ്ട് ഞാൻ പോയി ചോദിച്ചു. ഞാൻ ശരിക്കും നിങ്ങൾക്ക് ആ വീഡിയോ എത്ര പേര് കണ്ടിട്ടുണ്ട്? 6 ലക്ഷം പേരെങ്ങാൻ ആ വീഡിയോ 2 ദിവസം കൊണ്ട് കണ്ടിട്ടുണ്ട്. അതിലെല്ലാവർക്കും കാണുമ്പം മനസ്സിലാവുന്ന ഒരു കാര്യമുണ്ട്. ഞാൻ ഇവനെ കണ്ടപ്പോ ഷോക്കായി പോയൊരു കാര്യമുണ്ട്. ഇവൻ കറുത്ത വസ്ത്രമാ ധരിച്ചത്. കാരണം അവൻ സാമിയാണ്. സാമിയായ ഒരുത്തന് മുത്തപ്പനെ കുറിച്ച് അങ്ങനെ പറഞ്ഞപ്പം ഈ ഹിന്ദുക്കളുടെ ആരുടെയും ഈ പറഞ്ഞ വിശ്വാസം വ്രണപ്പെട്ടില്ല ഒരാളെങ്കിലും. ഹിന്ദുക്കൾക്ക് അറിയാം ഹിന്ദുക്കളുടെ കാര്യം നോക്കാം. ഇജ്ജു എന്റെ വാപ്പയാണ് ഇപ്പൊ ഹിന്ദുക്കളുടെ കാര്യം നോക്കാൻ ഇറങ്ങിയിരിക്കണേ. ഇജ്ജ് എന്ന് മുതലേ ഹിന്ദുക്കളുടെ അന്റെ ബിസിനസ് വളർത്താൻ വേണ്ടിയിട്ടാണ് ഇജ്ജ് ഇതിന് ഇറങ്ങിയിരിക്കണെന്നുള്ളത്. ഒരു സാമിയായ മനുഷ്യന് നമ്മൾ സാമിയാണെന്നുണ്ടെങ്കിലും പേരറിയെങ്കിൽ പോലും നമ്മളെന്താ അവരെ വിളിക്കുക? ആ സാമിയെ എന്നാ വിളിക്കുള്ളൂ അല്ലെ? ഇപ്പൊ ഈ ശബരിമല സീസണിൽ ഞാൻ നാട്ടിൽ വന്നിട്ട് ഒരുപാട് സ്വാമിമാരെ കണ്ടു. ഞാൻ അറിയുന്നതും എന്റെ ചെറുതും വലുതുമായ ഒരുപാട് ആളുകളെ ഞാൻ കണ്ടു. ഒരാളുടെ പേര് ഞാൻ വിളിച്ചിട്ടില്ല, സ്വാമിയെന്നേ ഞാൻ വിളിച്ചിട്ടുള്ളൂ. അറിയോ? അതെന്താ അറിയോ? അവർക്ക് നമ്മൾ കൊടുക്കുന്ന ആ സമയത്ത് ഒരു ബഹുമാനാണ്. അവര് സ്വയം സ്വാമിയാണെന്ന് അവർ വിശ്വസിക്കുമ്പോൾ ആ വിശ്വാസത്തെ നമ്മൾ ബഹുമാനിക്കുക ചെയ്യുന്നത്. അതുകൊണ്ടാണ് അവരെ സ്വാമിയെന്ന് വിളിക്കുന്നത്. അങ്ങനെയുള്ളൊരു മനുഷ്യനെ നീ പോയിട്ട് അത്രയും തെറി പറഞ്ഞ് അയാളെ തല്ലിയിട്ട് നീ ഏത് മതത്തിൽ നിൽക്കുന്ന ആളാ? നിനക്ക് എന്താ അർഹതയുള്ളത്? അവരവരുടെ കാര്യങ്ങൾ സംസാരിക്കുമ്പോ അതിനെ ചോദ്യം ചെയ്യാ. എന്റെ വാപ്പയെ ചെലവിന് കൊടുക്കുന്ന അവിടെ ഒന്ന് പറഞ്ഞാട്ടിക്ക. എന്തടിസ്ഥാനത്തിലെ ജാലമയത്ത് കൈവെക്കാനും അത്രയും തെറിയൊക്കെ പറഞ്ഞ് എന്നിട്ട് എനിക്ക് പറയാൻ ബുദ്ധിമുട്ടുണ്ട് എന്ന്. നീ റീച്ചിന് വേണ്ടിയിട്ടാ. നിന്നെ ഹിന്ദുക്കൾ തന്നെ കൈകാര്യം ചെയ്യും. അതിനൊക്കെ സമയം വരുന്നേ ഉള്ളൂ. നിന്റെതൊന്നും അധികം ഓടൂല മകളെ, അധികം ഓടൂല. ബാക്കിയുണ്ട്. മുമ്പാണ് ഓൻ ആ വീഡിയോ അല്ല ആ ഒരു കമന്റ് ഓനിട്ടത്. ഇവർക്ക് ഇവരുടെ വിശ്വാസത്തെ വ്രണപ്പെടുത്തുന്ന ആൾക്കാരോടാണ് ഇവർക്ക് ദേഷ്യമെങ്കിൽ എന്തുകൊണ്ട് ഇത്രയും സ്ത്രീകൾ എന്റെ നേരെ തിരിഞ്ഞപ്പോ അവന്റെ നേരെ തിരിയാതെ പോയത്? അപ്പൊ നിങ്ങൾ പറ, അവർക്ക് വ്യക്തിഹത്യയാണ് വേണ്ടത്. അവര് എന്നെ തരം താഴ്ത്തുക, എന്നെ അടിച്ചമർത്തുക, എന്നെ ഈ ഭൂമിയിൽ നിന്ന് ഇല്ലാതാക്കുക. ഇത് 3 കാര്യം. എന്നെ ഭൂമിയിൽ നിന്ന് ഇല്ലാതാക്കിയപ്പോ ഭൂമി ആകെ ശരിയാവും. വട്ടി എഴുതിയനൊക്കെ തൂറി നടക്കുന്നുണ്ട്. ഇതൊക്കെ മനുഷ്യന്മാർ കാണുന്നിടത്ത് വെച്ചിട്ട് മറ്റേ കുഴി കുത്തി കുഴിച്ചിടാൻ നിൽക്കും? ഇല്ല, അത് കാണാത്ത പോലെയാണ് നടക്കും അല്ലെ? പിന്നെ പട്ടി കുരക്കുകയാണെങ്കിൽ അതിന് മറുപടി പറയില്ലേ? പട്ടി തീട്ടത്തിനോട് എന്തെങ്കിലും പറയും. അത്ര കണക്കൂട്ടിയാൽ മതി. ഒരു പട്ടിക്കാട്ടത്തിന്റെ വില കൂടി അനക്ക് ഹിന്ദുന്നോ മുസ്ലിമെന്നോ അനക്ക് കിട്ടുന്നില്ല. പിന്നെ ഈ അന്റെ സ്വയം നിലനിൽപ്പിന് വേണ്ടി വർഗീയത മാത്രം പറഞ്ഞുകൊണ്ട് ജീവിക്കണം എന്ന് തീരുമാനിച്ച ഒരാളാണ്. കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്ത മാപ്പിള, പിന്നെ ഏതു നേരം എന്നെ ഉപദ്രവിക്കുന്ന മുസ്ലിങ്ങളെ ഉസ്താദുമാരെ. അയ്യോ എന്റെ ചെറുക്കനൊക്കെ ഇത്രയും വർഗീയത ഉണ്ടാക്കും വേണം, ഞങ്ങൾക്കൊക്കെ അഭിമാനത്തോടെ ജീവിക്കും വേണം. എങ്ങനെയുണ്ട് നടന്നത് തന്നെ? അതും മലയാള അടിയില്. അതിന് വല്ല UPക്കും വിട്ടോ. അവിടെ ആകുമ്പോ ചിലപ്പോ അന്റെ ഈ പരിപാടിയൊക്കെ ചിലപ്പോ നടക്കും. പക്ഷെ ഇവിടെ മലയാളികൾക്ക് കുറച്ചൊക്കെ അന്തം വിവരമുണ്ട്. അതുകൊണ്ടാണ്. ബാക്കി കേൾക്കാം. മാത്രാണ് ഇവരിറങ്ങിയിട്ടുള്ളത്. അല്ലാതെ നിങ്ങളൊക്കെ വിചാരിക്കുന്നത് പോലെ ഈ വിശ്വാസം വ്രണപ്പെടുന്നത് കൊണ്ടല്ല. വിശ്വാസം വ്രണപ്പെടുകയായിരുന്നേ മുത്തപ്പൻ എന്തോരം ഭക്തരാന്നുള്ളതെന്നറിയോ? മുത്തപ്പനോട് എനിക്ക് ഇത്ര ഫാൻസായി. പലരും ചോദിച്ചൊരു കാര്യമുണ്ട്, കണ്ണനെ വിട്ട് മുത്തപ്പനെ പിടിച്ചോന്ന്. ഒറ്റ ദിവസം കൊണ്ട് എനിക്ക് മുത്തപ്പനിൽ വിശ്വാസം വന്നു. ഞാനൊരു ആഗ്രഹം മുത്തപ്പന്റെ നടയിൽ പോയി പറഞ്ഞ് ആ ഒരു ദിവസം തീരുമ്പോഴേക്കും ആ ആഗ്രഹം സാധിച്ചു. ഞാൻ തന്നെ കണ്ണ് തള്ളിപ്പോയി നിൽക്കുന്ന ഒരു അവസ്ഥ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. ഞാനും മുത്തപ്പന്റെ ഫാനായി. എനിക്കല്ലേ ഫാനായി ഫ്രിഡ്ജ് അയക്കണത് ഫാനല്ല, ഇങ്ങോട്ട് തള്ളി മറിച്ചാണേ. എന്തിനാ അറിയോ? ഇതിന്റെയൊക്കെ പേരിൽ ആരെങ്കിലും
ആ ഓർഡർ കൊടുക്കുക, അത് ആ സാധനം വാങ്ങിക്കൊണ്ടുപോവുക ചെയ്താൽ അത് ലാഭല്ലേ? ഓളൊരിക്കലും ഹിന്ദുക്കളിൽ ഓള് എന്ത് നുണ വേണമെങ്കിലും പറയാൻ റെഡിയാണ്. സാധനം ഒന്ന് ആരെങ്കിലും ഓർഡർ ചെയ്താൽ മതി, അത്രേ ഓളുടെ കണ്ടീഷനുള്ളൂ. നിങ്ങൾക്കൊക്കെ അറിയാലോ, നായി എന്ന് പറയുന്നത് നമ്മൾ കുട്ടിക്കാലം തൊട്ടേ ഒരു ഇഷ്ടക്കേടായിട്ട് കൊണ്ടുതന്നെ എടുക്കുന്നതല്ല. അങ്ങനെ എപ്പോഴും നായ്ക്കളുള്ള ഒരു അമ്പലാണെന്നൊക്കെ കേൾക്കുമ്പോൾ നമുക്കൊരു പോവാനൊക്കെ ഒരു മടി ഉണ്ടാവുമല്ലോ. പക്ഷെ ഒറ്റ ദിവസം കൊണ്ട് മുത്തപ്പന എന്റെ മനസ്സിലും ഇടം പറ്റി. അപ്പൊ ആ മുത്തപ്പനെ പറഞ്ഞപ്പം വല്ലാതെ വിഷമം തോന്നി. എന്നിട്ട് ഒരുത്തിനും ഇറങ്ങിയില്ല. ഞാൻ ചോദിക്കട്ടെ, ഇതിന്റെ ഇടയിൽ അപ്പൊ ഒരുത്തനും ഇറങ്ങിയില്ല, ഒരുത്തി ഇറങ്ങിയില്ല. ഇജ്ജ് പറയുമ്പോഴത്തിന് ഓല് ഇറങ്ങിയവരാ, ഓല് തെങ്ങിന്റെ മുകളിലല്ലേ ഇരിക്കണേ. ജി വർഗീയത ഉണ്ടാക്കണീനൊക്കെ പണക്ക് മറുപടി തരാന് എല്ലാരും തെങ്ങുമ്പോ കയറി ഇരിക്കുക. ഇജ്ജിന് പറഞ്ഞു കിട്ടിയാൽ മതി ഓൽക്കണ്ട് ഇറങ്ങി വരാന്. കഥ പെയ്ക്ക വിടുന്നു, ബാക്കി പറയാം. വിഭാഗം ആൾക്കാര് പറയുന്നുണ്ടാവാം, അതായത് ഇപ്പൊ ജസ്നന് ഒരുപാട് ഇപ്പൊ ബാഡ് കമന്റ്സും കാര്യങ്ങളും ഒക്കെ വരുന്നുണ്ടാവും. പക്ഷെ അത് എന്താ പറയാ പോയി പ്രതികരിക്കാതെ ആ സമയത്ത് മുത്തപ്പനെ അങ്ങനെ പറഞ്ഞപ്പോഴേക്കും, അല്ലെങ്കിൽ മുത്തപ്പന്റെ പേരിൽ അങ്ങനെ പറഞ്ഞപ്പോഴേക്കും അവിടെ പോയി ചീത്ത വിളിച്ചതും വീഡിയോ ഇട്ടതും ഒരു പ്രമോഷന്റെ ഭാഗമായിട്ടാണ്. അതിന്റെ പേരിൽ ഒരു മതം ഉപയോഗിച്ചു, അതിന്റെ പേരിൽ പിന്നെയും മതത്തെ എന്നുള്ള രീതിയിൽ ഉപയോഗിച്ചു. ജസ്റ്റ് അത് ഉപയോഗിച്ചു എന്നുള്ള രീതിയിൽ പറയുകയാണെങ്കിലോ. ഞാനൊരു കാര്യം പറയട്ടെ, വളരെ തോന്നിവാസം പറഞ്ഞിട്ടുണ്ട്, എന്റെ മക്കളെ കുറിച്ച് തോന്നിവാസം പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ഒരാളിൽ വിശ്വാസം വരിക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. നമുക്ക് എന്തും ചെയ്യാം. എനിക്ക് വേണമെങ്കിൽ ഇയാൾക്ക് 10 ലക്ഷം രൂപ ഡയമണ്ടിന്റെ ഒരു മാല മേടിച്ചു തരാം. പക്ഷെ നീ എന്നെ വിശ്വസിക്കോ? ഒരിക്കലും പറ്റൂല. ഈ വിശ്വാസം എന്ന് പറയുന്നത് നമ്മുടെ ലൈഫിൽ അനുഭവിക്കേണ്ട ഒരു സംഭവമാണ്. ഒരു ദിവസങ്ങൾ കൊണ്ട് എനിക്ക് മുത്തപ്പനോട് ഇത്രമേൽ ഇഷ്ടം തോന്നിയപ്പോ ആ മുത്തപ്പനെ കുറിച്ച് അത്രമേൽ തോന്നിവാസം പറഞ്ഞത്, അതും എന്നോട് പലരും ചോദിച്ചിട്ടുണ്ട്. ഈ പട്ടികൾ പല സ്ഥലത്ത് നിന്നും കുരയ്ക്കും, അതിനൊക്കെ നമ്മൾ പ്രതികരിക്കാൻ പോയാൽ നമുക്ക് അതിനല്ലേ നേരുണ്ടാവും. നമ്മുടെ തൊട്ടടുത്തുനിന്നാണ് പട്ടി ഒരിക്കുന്നതെങ്കിൽ ഒരു കല്ലെടുത്തെറിയുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ? അതിൽ എനിക്ക് ഇവരുടെ വിശ്വാസത്തെ ഇവള് പറയുന്നത് ഇവൾക്ക് അത്ര സപ്പോർട്ടാ. 5 ഏക്കറില് നടുക്ക് വിള കൊണ്ട് നിർത്തിയാലും 4 പുറം അത്രയ്ക്ക് വിള സപ്പോർട്ട് ചെയ്യുന്ന ആളുകള് ഇവളെ ഒരു നോക്ക് കാണാൻ എന്താ തിക്കും തിരക്കുമായി മറിയുന്ന. എന്നോട് പലരും പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ പറയുന്ന കേട്ടാല് ഇവളെ ചെറുക്കനും ഒരു കുരുനേട്ടനും അല്ലാതെ ഏത് വാപ്പ ഇവളെ പിന്നാലുള്ളത് വെറുതെ അങ്ങോട്ട് തള്ളി മറിച്ച് തന്നെയാണ് എന്ന് എനിക്ക് തോന്നിയിട്ടില്ല. കാരണം ഞാൻ ചെയ്യേണ്ടത്, എന്നോട് പലരും വിളിച്ച് ചോദിച്ചിട്ടുണ്ടായി, അവന്റെ കരണം നോക്കിയിട്ടൊന്ന് പൊട്ടിക്കണ്ടായിരുന്നോ? ഞാൻ ചെയ്യായിരുന്നു അത്. പക്ഷെ അവന്റെ വേഷം അത് എന്നെ കൊണ്ട് ചെയ്യാൻ അനുവദിപ്പിച്ചില്ല. ഞാൻ അവന്റെ ഫോണ് ചോദിച്ചിട്ടുണ്ടായിരുന്നു, തന്നില്ല. കിട്ടി ഞാൻ എറിഞ്ഞ് ഞാൻ പൊട്ടിക്കായിരുന്നു. ബാക്കി വരുന്നെടുത്ത് വെച്ച് കാണാം. കാരണം എന്നെ പറഞ്ഞോ, എന്നെ അങ്ങ് ഇഷ്ടം പോലെ തോന്നിവാസം പറഞ്ഞ എന്നെ പറഞ്ഞു, എന്റെ മക്കളെ പറഞ്ഞു, എന്റെ മോനും മോളും മരിക്കണം എന്ന് പറഞ്ഞിട്ട് ഒരു സ്ത്രീ നിരന്തരം ഇങ്ങനെ വീഡിയോ ചെയ്തോണ്ടിരിക്കുക ചെയ്യുന്നത്. ലസിത പാലക്കൽ നിരന്തരം ഇങ്ങനെ ജസ്റ്റ് ഞാൻ നിന്റെ കുട്ടി മരിക്കാൻ 5 സെക്കൻഡ് മതി, നിന്റെ കുട്ടി മരിക്കാൻ 5 സെക്കൻഡ് മതി. ഈ ലസിതക്ക് 2 മക്കളുണ്ട്. ആ കുട്ടികളെ ചിലപ്പോ വണ്ടിന്റെ ഉള്ളിൽ കുടുങ്ങാനും. ലസിത അവിടുത്തെ അമ്പല കമ്മിറ്റിയിലെ ആളാ തോന്നുന്നു. ലസിതക്ക് 2 മക്കളുണ്ട് എന്നൊക്കെ പറയും. ഇവളോളം ഒരു നാണയത്തിന്റെ 2 വശാണ്. 2 വർഗീയതയും കൊണ്ട് ജീവിക്കുന്ന ആളുകളാണ്. എന്നിട്ട് ഷക്കീല ശരിയല്ലാതെ മിയ ഖലീഫ പറഞ്ഞ മാതിരിയാണ് ഇപ്പൊ ഇവള് മറ്റുള്ള കുറ്റം പറയുന്ന കേട്ടിട്ടുണ്ടെങ്കിൽ. എങ്ങനെ 2 കണക്കാണ്. വർഗീയത മാത്രമാണ് എല്ലാരും ഇവറ്റൊക്കെ കണ്ടന്റ്. എന്നിട്ട് ഓള് പറയണ ഓള് അങ്ങനെ പറഞ്ഞു, ഓള് ഇങ്ങനെ പറഞ്ഞു എന്നുള്ളത്. വേറെ ഇന്റർവ്യൂ ഞങ്ങൾക്ക് ഇപ്പൊ കാണിച്ചല്ല. ഈ പെരും നൊണന്നൊക്കെ കേട്ടിട്ടല്ലേ ഉള്ളൂ. വേണമെങ്കിൽ ഒന്നാണ് കണ്ടതാ. അതെ, ഞങ്ങള് പത്മനാഭസ്വാമി ക്ഷേത്രത്തിലാണ് ഉള്ളത്. അടുത്തത് ഇവിടെ വെച്ചിട്ട് ഒരു ഭയങ്കര അത്ഭുതത്തിന്റെ ദൃക്സാക്ഷിയാണ് ഇത്. വേറൊരാളൂരുണ്ടായി, ആള് അങ്ങോട്ടോ പോയി. അപ്പൊ വലിയ സ്ക്രീനുമാ തട്ടണ്ട. അമ്മ എങ്കെ അന്ത പക്കം. അതെ ചേച്ചി പത്മനാഭനെ തൊഴുത് തിരിച്ച് വന്നു കേട്ടോ. വന്ന് എനിക്ക് കൈയിലടിയില് കുറച്ച് പ്രസാദം കൊണ്ട് തന്നു. ഞാനിങ്ങനെ കയ്യില് തൊട്ടിട്ട് ഇങ്ങനെ നെറ്റത്ത് വെച്ചപ്പോഴേക്കും ഇവിടെ ഒന്നായിട്ട് ലൈറ്റ് ഓണായി. ഇരുട്ടിലിരുന്നിട്ട് ഭയങ്കര ഒരു പ്രകാശം. അത് പത്മനാഭൻ അത് പ്രസാദം തന്നത് തന്നെയാണ്. എന്താണോ ആഗ്രഹിച്ചത് അത് ഞാൻ നിനക്ക് സാധിച്ചു തരും. നീ ഇരുട്ടത്തിരിക്കണ്ട, നീ വെട്ടത്ത് തന്നെ ഇരുന്നോളൂ എന്ന് ഭഗവാൻ പറഞ്ഞത്. ഒരു വിശ്വാസിയായ ഇങ്ങക്ക് ചിലപ്പോ
അതിൽ വിശ്വാസം ഉണ്ടാവും. പക്ഷെ ഇങ്ങളെ മുഴുവൻ മൊയന്താക്കണ ഇവളുടെ കഥയുടെ പുറകെ ചേച്ചി എന്തിനാ നിങ്ങൾ കൂട്ടുപിടിക്കണത്? ഇവൾ ഏതാ മുതലേന്നറിയോ? ഇവള് ഭർത്താവില്ലാതെ 3 പെറ്റവളാ. അതൊക്കെ ആരൊക്കെ തന്നതാന്ന് പറഞ്ഞിട്ടാ ഓള് നടക്കണത്. ആ ഓളിപ്പോ ഒരു എന്താ പണ്ടൊരാള് പറഞ്ഞ മാതിരി കറക്റ്റ് 8:30 മണിക്ക് കറണ്ട് പോയി, 9 മണിക്ക് കറണ്ട് വരുമ്പോ 8:59 ഒരു നുണ പറഞ്ഞു, അല്ലെങ്കിൽ സത്യം പറഞ്ഞു, കറണ്ട് വന്നപ്പോ അതൊക്കെ അതാണെന്ന് പറഞ്ഞ മാതിരിയുള്ള ഏർപ്പാടും കൊണ്ട് ഇവിടേക്ക് വരണ്ട. കാരണം എന്താ പറയുക, ഈ ജസ്നാണ് ഞങ്ങൾക്ക് നല്ല പോലെ തിരിയും. നിങ്ങൾക്ക് നിങ്ങളുടെ വിശ്വാസം മുറുകെ പിടിക്കാം, അതിലൊരു തെറ്റും ഞാൻ പറയുന്നില്ല. പക്ഷെ ഇവള് പറയുന്ന കാര്യങ്ങൾക്ക് ഞങ്ങൾ മറുപടി കൊടുത്തേ പറ്റുള്ളൂ. മാറ്റം ഉണ്ടാവില്ല, അത് കറക്റ്റാണ്. ഭഗവാൻ പറഞ്ഞതാ, പറയാതെ പറഞ്ഞു എന്ന് പറയില്ലേ, അത് തന്നെയാണ്. ആദ്യമായിട്ടാട്ടോ അവള് തൊടുന്നത്. സത്യം ഭയങ്കര ഒരു വ്യക്തഭയമൊന്നും ഭഗവാൻ വന്ന് സന്തോഷിച്ചു, അത് തന്നെ പറയാനുള്ളത്. അടുത്ത ഒരു ദൃശ്സാക്ഷിയുടെ ഉണ്ട്. മലമ്പാമ്പിന്റെ തൊള്ളേ തോന്നും. അത് മുങ്ങി കുറെ നേരം ഞാൻ ചിരിച്ചായ സമ്മതിച്ച ചിലപ്പോ ആ പല്ലിന്റെ ഡിസ്പ്ലേമ തട്ടും. അതുകൊണ്ടാണ് ഞാൻ എളുപ്പം മാറ്റിയത്. അത്രക്ക് നന്നു ഈ സാധനം. ഇപ്പൊ ഓള് പറയുന്നത് എന്താ വെച്ചിട്ടാ, ഓൾക്ക് അവിടുന്ന് ഒരു ഇത് കൊടുത്തു. അപ്പൊ അത് ഓളെ നെറ്റിയിൽ ചാർത്തിയോട് കൂടെ അവിടെ കറണ്ടും വെളിച്ചം ഒറ്റയടിക്കാണ് വന്നു. ചിലപ്പോ ഇനി അടുത്ത പ്ലാൻ അതാക്കാരം വരക്കും. അതിനാണ് മുൻകൂട്ടിയിട്ട് ഒരു ഏറെ നിൽക്കണത്. ഇനി അത് വരക്കേണ്ട പരിപാടി ഉണ്ടാവും. അതന്നെ സംഭവം. അല്ലാതെ എന്താ ഇവളെന്തെങ്കിലുമൊക്കെ പറയുമ്പോ അതിലെന്തെങ്കിലും ഒരു കഴമ്പുണ്ടാവും, അത് ഉറപ്പാ. എന്നാ പോട്ടെ, എന്നാ ശരി, ഓക്കെ, ബൈ.